ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ലൂസിഫറിന്റെ റീ റിലീസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽക്ക് നടന്നുകൊണ്ടിരിക്കുന്നു റീ റിലീസിന്റെ പരിപാടികൾ. അപ്പം ഞാൻ ഇന്നലെ റീ റിലീസ് ആദ്യം ഞാൻ ആക്ച്വലി പോകണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ രാഗത്തുനിന്ന് ഒന്നും കൂടി കാണാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഗം ഇപ്പോൾ വീണ്ടും റിനോവേറ്റ് ചെയ്തു. RGB ലേസറൊക്കെ ആക്കി അവർ സ്ക്രീന് മാറ്റി ഒക്കെ ചെയ്തിട്ട് ലൂസിഫർ അതിൽ കാണണം തോന്നി. RGB ലേസറിൽ ഞാൻ ആദ്യമായിട്ടൊന്നല്ല പടം കാണുന്നത്. ഇവിടെ VB-യിലുണ്ട്, നമ്മുടെ തൃശ്ശൂർ ജോസിലുണ്ട്, ഇതൊക്കെ RGB ലേസറിൽ തന്നെയാണ്. പക്ഷെ രാഗത്തിൽ അവർ അത് അങ്ങോട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ ഉള്ളൊരു രസം വേറെ തന്നെയായിരിക്കും എന്നുള്ളൊരു നമ്മുടെ ഒരു ഗസ് ഉണ്ടല്ലോ, അതിന് ആ ഒരു ഗസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ലൂസിഫർ എനിക്ക് ആക്ച്വലി അപ്പം കണ്ടപ്പോഴും തീരെ ബോറടിച്ചില്ല എന്നുള്ളതാണ്. അതായത് 5 വർഷങ്ങൾക്ക് ഇപ്പുറം ആ ഒരു സ്ലോ പേസ് ആയിട്ടുള്ള സ്ലോ ബേൺ ആയിട്ടുള്ള ആ ഒരു മൂവി കണ്ടപ്പോഴും എനിക്ക് ഇപ്പോഴും ബോറടിക്കാതെ തന്നെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ആക്ച്വലി 4 തവണ ആദ്യത്തെ 4 ദിവസം അടുപ്പിച്ച് ഞാൻ ആ പടത്തിന് പോയിട്ടുണ്ട്. ഈ 4 തവണയും എന്നെ സൂപ്പർ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 2-3 സീക്വൻസ് എന്ന് പറയുന്നത്, ഒന്ന് മോഹൻലാലിന്റെ എൻട്രി ഷോട്ടാണ്. എൻട്രി ആ കൂട്ടായിട്ട് വരുന്ന ആ ഷോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കടവുളെ പോലെ ആക്ഷൻ സീക്വൻസ്. അതുപോലെ തന്നെ നമ്മുടെ കാല് നെഞ്ചിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന എൻ്റെ പിള്ളേരെ തൊടുന്നോടാന്നുള്ള സീന്. അത് പിന്നെ ക്ലൈമാക്സിൽ ഖുറേഷിയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ സീന്. ബോബിയെ വെടിവെച്ചിടുന്ന സീൻ ഉണ്ടല്ലോ ലാസ്റ്റ്, ആ ഒരു ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞിട്ട് വെടിവെച്ചിടുന്ന സീന്, അതൊരു ഗംഭീര രസം തന്നെയായിരുന്നു. ഈ ഒരു 4-5 സീക്വൻസുകൾ എന്നെ ഹൈ ചെയ്യിച്ച മൊമെന്റ്സ് ആയിരുന്നു. അത് എന്നെ നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ വീണ്ടും രാഗത്തിൽ റീ റിലീസിന് വന്നു. ഒരു 100-150 പേര് മാക്സിമം ഉണ്ടായിട്ടുണ്ടാവും. അത് RGB ലേസറിൽ അത് അവിടുന്ന് കണ്ട സമയത്ത് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. കാരണം ഈ 2019-ലൊക്കെ ഈ RGB ലേസർ എന്ന് പറയുന്ന പരിപാടി കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം VB-യിലൊക്കെ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആ സമയത്തൊന്നും RGB ലേസറിൽ പടം കണ്ടിട്ടില്ല. VB-യിലൊക്കെ ഈ 2 കൊല്ലമായിട്ടുള്ളൂ വന്നിട്ട്. ജോസ് ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ ലൂസിഫർ ഞാൻ ആദ്യമായിട്ടാണ് RGB ലേസറിൽ കാണുന്നത്. അതിൻ്റെതായിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റി ഉണ്ടല്ലോ, മച്ചാമാര് പൊളി സാധനമായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര വിഷ്വലി ഒരുപാട് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഓരോ സാധനങ്ങളും എടുത്ത് കാണിക്കുന്നതൊക്കെ, ഓരോ പ്രൊജക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് നല്ല രസമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി കടവുളെ പോലെ ആക്ഷൻ സീക്വൻസിനകത്ത് ഓരോ മണൽത്തരികൾ തെറിക്കുന്നതും, ആ ഫസ്റ്റ് തന്നെ മോഹൻലാൽ തോക്ക് ഇങ്ങനെ ഇടുന്നൊരു സീനൊക്കെ ഉണ്ട്. മറ്റേ ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തോക്കൊക്കെ കുത്തി വീഴുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മറ്റേ എമ്പുരാന്റെ ട്രെയിലറിനകത്ത് പൃഥ്വിരാജ് മോഹൻലാലൊക്കെ ഉപയോഗിക്കുന്ന ഗൺസിന്റെ ആ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, അതായത് പിടിയുടെ ഭാഗം വൈറ്റ് കളറായിരിക്കും, ഖുറേഷി അബ്രഹാം എന്ന് എഴുതിയ സിമ്പിളൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ ആക്ച്വലി ലൂസിഫറിൽ ലാസ്റ്റ് മോഹൻലാൽ എടുക്കുന്ന പിസ്റ്റലിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അതൊന്നും ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സംഭവങ്ങൾ വരെ, അതായത് വെപ്പൺസ് വരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ലൂസിഫറിൽ അങ്ങേര് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ഈ 3 പടത്തിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. പല ആൾക്കാരും അത് ആ ഒരു സമയത്താണ് മിക്കവാറും, അല്ലെങ്കിൽ ആ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിരിക്കും തീരുമാനിക്കുക എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. ഇത് ആ ഒരു കണ്ടിന്യൂറ്റി കറക്റ്റ് പിടിച്ചിട്ട് വൻ പൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ സമയത്ത് കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, 2019-ന് ശേഷം നിങ്ങൾ ഈ ഒരു സിനിമ ഇപ്പോൾ കാണുമ്പോൾ ഒരു പുതിയ സിനിമ കാണുന്ന അനുഭവമാണ്. അതായത് എല്ലാ എക്യുപ്മെന്റ്സും പുതിയ രീതിയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന പോലെ ഇന്നും മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിയാത്ത ക്വാളിറ്റിയിലാണ് 2019-ൽ ഈ ഒരു സിനിമ അങ്ങേരെ എടുത്തു വെച്ചിട്ടുള്ളത്. അതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും നമുക്ക് അതിനെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു പടം നിങ്ങൾക്ക് എടുത്ത് കാണിക്കാണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിന്റെ ബാഹുബലി തന്നെയാണ്. ഇപ്പോൾ ബാഹുബലി ആണെങ്കിലും KGF ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് ഇപ്പൊ വീണ്ടും എടുത്ത് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ തോന്നില്ലേ സെക്കൻഡ് പാർട്ട് കാണുന്നതിനെക്കാളും? അതേ ഫീല് നിങ്ങൾക്ക് ഈ ലൂസിഫർ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഡാം ഷുവറായിട്ട് ഞാൻ പറയുന്നു. കാരണം എനിക്ക് ആ ഒരു സംഭവം കിട്ടി. കാരണം സെക്കൻഡ് പാർട്ട് അടിപൊളിയാണ്, അടിപൊളിയല്ല എന്നല്ല, പക്ഷെ അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് കിട്ടുന്നൊരു ഹൈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൂസിഫറിലും കിട്ടും. അതെനിക്ക് തീർച്ചയായിട്ടും ആ രാഗത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത് കണ്ട ഒരു സിനിമ തന്നെയാണ് ലൂസിഫറിന്റെ ഈ ഒരു റീ റിലീസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഖുറേഷി അബ്രഹാമിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ലാസ്റ്റ് വരുന്ന ആ ഒരു എമ്പുരാനെ സോങ്ങിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഈ വിഷ്വൽ ക്ലാരിറ്റി കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വായിക്കാൻ പറ്റി. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ എന്തായാലും ഈ ഒരു പടം എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിന്റെ ഒരു ലൂസിഫറിന്റെ റീ റിലീസ് വെച്ചത് എന്തുകൊണ്ടും എനിക്ക് നന്നായി തോന്നി. കാരണം കുഞ്ഞ് സ്ക്രീനിൽ പടങ്ങൾ കണ്ട് ശീലിക്കാത്തവർക്ക് ഒരു അവസരം കൂടിയും
പടം കാണാൻ വേണ്ടിയിട്ട് ലൂസിഫർ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ട് ആസ്വദിച്ച് നേരെ ആ ഒരു കണ്ടിന്യൂഷനോട് കൂടി തന്നെ എമ്പുരാൻ കാണാൻ സാധിക്കുന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഈ ഒരു സിനിമ വീണ്ടും റിലീസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇതുപോലെ റിനോവേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള സ്ക്രീനുകളിലാണെങ്കിൽ അതും കൂടി നിങ്ങളുടെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.